എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂളാണ് തുടങ്ങുന്നത്. സൗരയൂഥവും സവിശേഷതകളും എന്നുള്ള മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഈ മൊഡ്യൂളിൽ നമുക്ക് 3 SCRT ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 5ാമത്തെ അധ്യായം, അതുപോലെ 5ാം ക്ലാസ് സയൻസ് ബേസിക് സയൻസിലെ 9ാമത്തെ അധ്യായം, അതുപോലെ 6ാം ക്ലാസ് സയൻസ് ബേസിക് സയൻസിലെ 8ാം അധ്യായം. ഈ 3 അധ്യായങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു 3 അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സൗരയൂഥവും സവിശേഷതകളും എന്നുള്ള ഒരു ഭാഗം സെറ്റാകും. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ മൊഡ്യൂളിലെ സൗരയൂഥവും സവിശേഷതകളും എന്നുള്ള മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്ററായ 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 5ാമത്തെ അധ്യായമായ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്നുള്ള ചാപ്റ്ററിലേക്ക് പോവാം. പ്രപഞ്ചം എന്ന മഹാത്ഭുതം. ഇവിടെ ആദ്യം തന്നെ തെളിഞ്ഞ ആകാശമുള്ള രാത്രി നമുക്കറിയാം മിന്നി നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ടാവും, അവയ്ക്കിടയിൽ ചന്ദ്രൻ ഉണ്ടാവും, പിന്നെ ഇടയ്ക്കെപ്പോഴോ പാഞ്ഞു പോകുന്ന ചില കൊള്ളിമീനുകൾ. ഇതൊക്കെ എന്താണ്, നമുക്ക് എല്ലാ കാലത്തുള്ള മനുഷ്യന്മാർക്ക് ഒരു വിസ്മയ കാഴ്ചയായിരുന്നു ഈ ആകാശ കാഴ്ചകൾ. രാത്രിയുള്ള ആകാശത്തിൻ്റെ കാഴ്ചകൾ എല്ലാ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്കും അതൊരു വിസ്മയ കാഴ്ചകൾ ആയിരുന്നു. ഇനി നമുക്ക് ഇതിൽ വരുന്ന ആദ്യത്തെ പോയിൻ്റ് എന്താണ്, ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണെന്ത് സൗരയൂഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. അപ്പോൾ നമുക്കൊക്കെ കുടുംബങ്ങളുള്ളത് പോലെ തന്നെ എന്താണ്, ഭൂമിക്കും ഒരു കുടുംബമുണ്ട്. അപ്പോൾ ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണെന്ത് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഭൂമി ഉൾപ്പെടുന്ന കുടുംബം ഏതാണ്, സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. ഇനി സൗരയൂഥം എന്താണ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം സൂര്യൻ എന്താണ്, സൂര്യൻ ഒരു നക്ഷത്രമാണ്. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. സൂര്യൻ എന്താണ്, ഒരു നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണ്, വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടും. നമുക്കറിയാം സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളമാണെന്ന് പറഞ്ഞു. സ്വയം കത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ട്, താപം ഉണ്ടാവും, അതുപോലെ പ്രകാശവും ഉണ്ടാവും. നമുക്കറിയാം എന്ത് കത്തുകയാണെങ്കിലും അവിടെ താപവും പ്രകാശവും ഉണ്ടാവും. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളമാണ് എന്ന് പറഞ്ഞു. സൂര്യൻ അതിനൊരു ഉദാഹരണമാണ് എന്ന് നാം പറഞ്ഞു. ഇനി സൂര്യനിലും നക്ഷത്രങ്ങളിലും ഇങ്ങനെ സ്വയം കത്തുന്ന ഈ ഒരു പ്രതിഭാസം എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്ന പ്രതിഭാസം എന്താണ്, ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ ഫിഷനാണ് എന്ത്, സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്ന പ്രതിഭാസം, ന്യൂക്ലിയർ ഫിഷൻ. അതുകൂടി അനുബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും എന്ത് ചെയ്യും, പുറത്തേക്ക് വിടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും, വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തു വിടും. ഇനി സൗരയൂഥത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ നോക്കി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഫോട്ടോയിൽ തന്നെ നോക്കി നമുക്ക് പഠിക്കാം. അപ്പോൾ ഒന്നുകൂടി എളുപ്പമാവും. നമുക്കറിയാം സൂര്യൻ എന്നുള്ള നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയാണ് എന്ത് ബാക്കിയുള്ള ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്, ബുധന്, ശുക്രന്, ഭൂമി, ചൊവ്വ, സൂര്യന് ചുറ്റും വലം വെക്കുന്ന ഗ്രഹങ്ങളാണെന്ത് ആ സൗരയൂഥത്തിൽ. സൂര്യനാണ് എന്ത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ സൂര്യനെ ചുറ്റിയിട്ട് ഗ്രഹങ്ങൾ വലം വെക്കുന്നു. ആ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്, ബുധന്, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവ കൂടാതെ ക്ഷുദ്രഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനെ വലം വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം
സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഇതിൽ ബുധനാണ്. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. എന്നാൽ സൂര്യനോട് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണാണ് എന്ത്? സൂര്യനോട് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധനാണെങ്കിൽ ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂൺ. അതുപോലെ ഇനി വേറൊരു ചോദ്യം നോക്കാം. ക്ഷുദ്രഗ്രഹങ്ങൾ, നമുക്കറിയാം ഈ ചെറിയ ചെറിയ പാറകഷ്ണങ്ങൾ, ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷുദ്രഗ്രഹങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലുള്ള പാറ കഷ്ണങ്ങളാണെന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണ്? ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലാണ്. ഇനി ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഏറ്റവും ചെറിയ ഗ്രഹം നമുക്ക് ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. അപ്പോൾ ബുധൻ്റെ രണ്ട് പ്രത്യേകതകൾ എന്താണ്? ഏറ്റവും ചെറിയ ഗ്രഹം, അതുപോലെ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹവും ഏതാണ്? ബുധനാണ്. ഇനി ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ചിത്രം നോക്കിയാൽ നമുക്കറിയാലോ. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. നമുക്കറിയാം ആഴ്ചയിൽ ബുധന് വ്യാഴം എന്നുള്ളത് എന്താണ്? അടുപ്പിച്ചുള്ള 2 ദിവസങ്ങളാണ്. അപ്പോൾ ബുധന് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നതാണ്, അത് ചെറുത് എന്ന് ഓർക്കുക. വ്യാഴം എന്ന് പറഞ്ഞാൽ ബുധന് ശേഷം വരുന്നതാണ്, അപ്പോൾ എന്താണ്? അത് വലുത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ബുധന് വ്യാഴം. ബുധൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ്, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ ഗ്രഹമാണ്. സൂര്യന് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങൾ കണ്ടില്ലേ? അവ ഏതെല്ലാം എന്ന് നോക്കാം. നമ്മളോട് ആ ചിത്രം നോക്കിയിട്ട് പറയാനാണ്. അപ്പോൾ അതിലേതൊക്കെയാണ്? ബുധന് ഇംഗ്ലീഷിൽ മെർക്കുറി എന്ന് പറയും, ശുക്രന് വീനസ് എന്ന് പറയും, ഭൂമി ചൊവ്വക്ക് മാർസ് എന്ന് പറയും, ഭൂമിക്ക് എർത്ത് എന്ന് പറയും, വ്യാഴം ജൂപ്പിറ്റർ, ശനി സാറ്റേൺ, യുറാനസ് തന്നെ, നെപ്റ്റ്യൂൺ. അപ്പോൾ ബുധൻ്റെ പേര് മെർക്കുറി എന്നാണ് ഇംഗ്ലീഷിൽ, ശുക്രൻ്റെ ആണെങ്കിൽ വീനസ്, ഭൂമിക്ക് എർത്ത്, ചൊവ്വ മാർസ്, വ്യാഴം ജൂപ്പിറ്റർ, ശനി സാറ്റേൺ, യുറാനസ് നെപ്റ്റ്യൂൺ. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലവെക്കുകയും ചെയ്യുന്ന ഈ ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്താണ്? സ്വയം കറങ്ങുകയും ചെയ്യും, ഒപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യും. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഗ്രഹങ്ങളുടെ സഞ്ചാര പാതയെയാണ് എന്ത് നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാര പാതയെയാണ് നമ്മൾ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാര പാതയെ നമ്മൾ എന്താണ് പറയുന്നത്? ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയും. ഗ്രഹങ്ങളെ വലം വെക്കുന്ന ഗോളകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ. ഇപ്പോൾ ഗ്രഹങ്ങളെ വലം വെക്കുന്ന ഗോളങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്? സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ എന്ന് പറയും. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ്. ഭൂമിയുടെ ഒരു ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. അപ്പോൾ ഭ്രമണപഥം എന്താണ്? സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം. ഗ്രഹങ്ങളെ വലം വെക്കുന്ന ഗോളങ്ങളാണെന്ത്? ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഉപഗ്രഹം അല്ലെങ്കിൽ സാറ്റലൈറ്റിന് ഉദാഹരണമാണ് ചന്ദ്രൻ. ഇനി സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ പട്ടികപ്പെടുത്തു എന്ന് പറഞ്ഞു. നമ്മൾ അതേ ഓർഡറിൽ പോയാൽ മതി. അപ്പോൾ ഇനി ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. ഏറ്റവും വലുത് വ്യാഴം ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നിക്കോളാസ് കോപ്പർനിക്കസ്. ഇപ്പോൾ നിക്കോളാസ് കോപ്പർനിക്കസ് പറഞ്ഞാൽ എന്താണ്? പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമാണ് ആര്? നിക്കോളാസ് കോപ്പർനിക്കസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു ആദ്യം പണ്ട് കാലത്തുള്ള വിശ്വാസം. എന്നാൽ കോപ്പർനിക്കസ് എന്ത് ചെയ്തു? ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. പോളണ്ടുകാരനായ നിക്കോളാസ് കോപ്പർനിക്കസ് ആണെന്ത്? ഭൂമിയുടെ
സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് പോളണ്ടുകാരനായ നിക്കോളാസ് കോപ്പർനിക്കസാണ്. അപ്പോൾ നിക്കോളാസ് കോപ്പർനിക്കസാണെന്ത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ ആ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർനിക്കസ്, പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞനാണ്. ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും നോക്കാം. ആദ്യം നമുക്ക് സൂര്യനോട് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂൺ നോക്കാം. നെപ്റ്റ്യൂണിൻ്റെ പ്രത്യേകത എന്താണ്? 1 ഡസനിലധികം ഉപഗ്രഹങ്ങൾ നെപ്റ്റ്യൂണുണ്ട്. അതുപോലെ സൂര്യനെ വലം വെക്കാൻ ഏകദേശം 164 വർഷം നെപ്റ്റ്യൂൺ എടുക്കും. അപ്പോൾ സൂര്യനെ വലം വെക്കാൻ ഏകദേശം 164 വർഷം എടുക്കും ആര്? നെപ്റ്റ്യൂണ്. കാരണം സൂര്യനോട് ഏറ്റവും അകലത്തിലുള്ള ഗ്രഹമാണെന്ത്? നെപ്റ്റ്യൂൺ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് നെപ്റ്റ്യൂണാണ്. 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട്. യുറാനസിൻ്റെ പ്രത്യേകത എന്താണ്? യുറാനസിന് 25ലധികം ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷേ സൂര്യനെ വലം വെക്കാൻ നെപ്റ്റ്യൂണിൻ്റെ അത്ര വർഷങ്ങൾ എടുക്കില്ല, 84 വർഷം. നെപ്റ്റ്യൂൺ എത്ര വർഷമാണ്? 164 ആണെങ്കിൽ യുറാനസ് 84 വർഷം. അപ്പോൾ എത്ര വർഷം? 84 വർഷം. മറ്റേത് 164 വർഷം. അതായത് നെപ്റ്റ്യൂണിൻ്റെതിനേക്കാളും 80 വർഷം, നെപ്റ്റ്യൂണിൻ്റെതിൽ നിന്ന് 80 വർഷം കുറച്ചാൽ യുറാനസിൻ്റെ സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന വർഷം സമയം കിട്ടും. ഇപ്പോൾ 84 വർഷമാണെന്ത്? സൂര്യനെ വലം വെക്കാൻ യുറാനസ് എടുക്കുന്നത്. നെപ്റ്റ്യൂൺ ആണെങ്കിലോ അതിൽ കൂടി 80 കൂട്ടിയാൽ 164 വർഷം. ശനിയാണെങ്കിലോ, ശനിൻ്റെ പ്രത്യേകത എന്താണ്? ചുറ്റും വലയങ്ങളുണ്ട്. അപ്പോൾ ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ശനിക്ക് എന്താണ്? 30ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ശനിയുടെ പ്രത്യേകത എന്താണ്? ചുറ്റിലും വലയങ്ങളുള്ള ഗ്രഹമാണെന്ത്? ശനി. 30ലധികം ഉപഗ്രഹങ്ങൾ ഉണ്ട്. വ്യാഴാണ്. വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ ഗ്രഹമാണ്. നമ്മൾ നേരത്തെ ചാർട്ട് നോക്കിയപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. 60ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വെക്കാൻ വെറും 12 വർഷമാണ് വ്യാഴത്തിന് വേണ്ടി വരുന്നത്. സൂര്യനെ വലം വെക്കാനും വ്യാഴം എടുക്കുന്ന സമയം വെറും 12 വർഷമാണ്. 60ലധികം ഉപഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ ഗ്രഹമാണെന്ത്? വ്യാഴം എന്ന് പറയുന്നത്. ബുധന് പറഞ്ഞു ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണിത് ബുധന് എന്ന് പറഞ്ഞത്, ഏറ്റവും ചെറിയ ഗ്രഹം. അപ്പോൾ ബുധൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ബുധനാണ്. ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ ബുധന് 3 പ്രത്യേകതകളുണ്ട്. 2 പ്രത്യേകതകൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. അതുപോലെ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ബുധനാണ്. 3 പ്രത്യേകതകൾ ബുധനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്നും കൂടിയും പറയാം. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം, ഏറ്റവും ചെറിയ ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം. ശുക്രൻ്റെ പ്രത്യേകത എന്താണ്? തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ഏറ്റവും ചൂടുള്ള ഗ്രഹവും ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹവും ഏതാണ്? ശുക്രനാണ്. അപ്പോൾ ശുക്രനും ബുധനും ഉപഗ്രഹങ്ങളില്ല. അപ്പോൾ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നതും ഏറ്റവും ചൂടുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. ശുക്രൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഗ്രഹമാണ്. ഏറ്റവും കൂടുതൽ തിളക്കമുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂടും അവിടെയുണ്ട്. പിന്നെ ബുധൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ്. ചൊവ്വയുടെ പ്രത്യേകത എന്താണ്? ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണുള്ളത്. പണ്ട് കാലത്ത് ജലം ഒഴുകിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ, സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വയുടെ പ്രത്യേകത എന്താണ്? ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയ ഗ്രഹമാണിത്, ചൊവ്വ ഗ്രഹം. അതുകൊണ്ടാണ് ചൊവ്വ ഗ്രഹത്തിലേക്ക് നിരന്തരം ലോകരാജ്യങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇനി നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണുന്ന ഗ്രഹമാണിത് ഭൂമി എന്ന് പറയുന്നത്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹവും ഏതാണ്? ഭൂമിയാണ്. അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണുന്ന ഗ്രഹം അതെന്താണ്? വെള്ളത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെ നീല നിറത്തിൽ കാണുന്നത്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയ ഗ്രഹവും ഏക ഗ്രഹവും ഏതാണ്? ഭൂമിയാണ്. പിന്നെ ആകെ ഒരേ ഒരു ഉപഗ്രഹമാണ് ഭൂമിക്കുള്ളത്, അതാണെന്ത്? ചന്ദ്രൻ.
ഇനി നമുക്ക് ഇതിൻ്റെ കേന്ദ്രമായ സൂര്യനെ കുറിച്ച് നോക്കാം. സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണെന്ത്? സൂര്യൻ എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണെന്ത്? സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. നിക്കോളാസ് കോപ്പർനിക്കസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്വന്തമായി നിർമ്മിച്ച ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. പിന്നെ ഇദ്ദേഹത്തിൻ്റെത് എന്താണ്? വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളും ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് കണ്ടെത്തിയ ആളാണ് ഒരു ഗലീലിയോ ഗലീലി. നേരത്തെ നമ്മൾ നിക്കോളാസ് കോപ്പർനിക്കസിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് സ്ഥാപിച്ചു. അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. ഗലീലിയോ ഗലീലി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി ടെലസ്കോപ്പ് നിർമ്മിച്ച വ്യക്തിയാണ്. ആ ടെലസ്കോപ്പിലൂടെ ഭൗമ നിരീക്ഷണം നടത്തി വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളും കണ്ടെത്തി. നിക്കോളാസ് കോപ്പർനിക്കസ് പോളണ്ടുകാരനാണെങ്കിൽ ആയിരുന്നു ആര്? ഗലീലിയോ ഗലീലി. ഇപ്പോൾ ഇറ്റലിക്കാരനായ ഊർജ്ജ തന്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ഗണിത ശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നിവ ഈ നിലകളിലൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? ഗലീലിയോ ഗലീലി. അപ്പോൾ ഗലീലിയോ ഗലീലി എന്താണ്? ഊർജ്ജതന്ത്രജ്ഞനായിരുന്നു, ഒരു ഫിസീഷ്യനായിരുന്നു, അതുപോലെ വാനനിരീക്ഷകനായിരുന്നു, ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു, തത്വചിന്തകനായിരുന്നു. അങ്ങനെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പ്രതിഭയായിരുന്നു ആര്? ഗലീലിയോ ഗലീലി. സ്വയം നിർമ്മിച്ച ദൂരദർശിനി അഥവാ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയതും ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തി സ്വന്തമായി നിർമ്മിച്ച ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടതും ഗലീലിയോ ഗലീലിയാണ്. സൗരയൂഥത്തിൽ നമ്മൾ പറഞ്ഞു ഗ്രഹങ്ങളല്ലാതെ വേറെ ആരൊക്കെയുണ്ട്? ഗ്രഹങ്ങളല്ലാതെ ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്, കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. ക്ഷുദ്രഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും ഉണ്ട് സൗരയൂഥത്തിൽ. സൗരയൂഥത്തിൽ ഗ്രഹങ്ങളല്ലാതെ ഉപഗ്രഹങ്ങളും അല്ലാതെ എന്തൊക്കെയുണ്ട്? ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്, കുള്ളൻ ഗ്രഹങ്ങളും ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ മാപ്പ് നോക്കി നമ്മൾ ആ സൗരയൂഥത്തിൻ്റെ ചിത്രം നോക്കിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് എന്ത്? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങളാണെന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ്. അപൂർവമായി ഇവയിൽ ചിലത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിക്ക് തന്നെ ഭീഷണിയാകാറുണ്ട്. ഇപ്പോൾ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെ ഇടയിലായിട്ട് നമ്മൾ പറഞ്ഞു ചെറിയ കുത്തായിട്ട് കിടക്കുന്ന ആ കഷ്ണങ്ങൾ അവ എന്താണ്? സൂര്യനെ വലം വെക്കും. ആ പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. ക്ഷുദ്രഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്റ്ററോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങളെയാണ്. ഇവ ചില സമയങ്ങളിൽ എന്താണ്? ഭൂമിക്ക് തന്നെ ഭീഷണിയാകാറുണ്ട്. ഇവിടെ ചിത്രത്തിൽ എന്താണ്? ക്ഷുദ്രഗ്രഹമായ ഐഡയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാറക്കഷ്ണങ്ങളാണെന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ. അവയും എന്തുണ്ട്? സൂര്യനെ വലം വെക്കും. അവയുടെ സ്ഥാനം എവിടെയാണ്? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലാണ്. നമുക്കറിയാം ചൊവ്വയും വ്യാഴത്തിൻ്റെ ഇടയിലുള്ള ദിവസം ഏതാണ്? ബുധനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ബുധൻ ഗ്രഹമായിട്ട് കണക്ട് ചെയ്തത് അവിടെ ക്ഷുദ്രഗ്രഹമായിട്ട് അങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി പഠിയും. ഇനി നമുക്ക് ചില കൗതുക വാർത്തകൾ നോക്കാം. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്. അതാണ് ഏത്? യുറാനസ് എന്ന് പറയുന്നത്. യുറാനസിൻ്റെ പ്രത്യേകത എന്താണ്? അത് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് യുറാനസ് കറങ്ങുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്താണ്? സ്വയം ഒരു അച്ചുതണ്ടിൽ പമ്പരം പോലെയാണ് ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്നതെങ്കിൽ യുറാനസിൻ്റെ പ്രത്യേകത എന്താണ്? അത് വണ്ടിയുടെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ചക്രം പോലെയാണ് യുറാനസ് കറങ്ങുന്നത്. അതുകൊണ്ടെന്താണ് സൗരയൂഥത്തിലെ ക്ഷയണ പ്രദർശനം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? യുറാനസാണ്. യുറാനസിൻ്റെ പ്രത്യേകത എന്താണ്? സൗരയൂഥത്തിൽ ക്ഷയണ പ്രദർശനം നടത്തുന്ന ഗ്രഹമാണേത്? യുറാനസ് എന്ന് പറയുന്നത്. യുറാനസ് എന്താണ്? മറ്റു ഗ്രഹങ്ങളൊക്കെ പമ്പരം പോലെ ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുമ്പോൾ യുറാനസ് വാഹനങ്ങളുടെ ചക്രം തിരിയുന്നത് പോലെയാണ് തിരിയുന്നത്. അതുകൊണ്ടാണ് അതിനെ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്ന് പറയാൻ കാരണം. ശുക്രനിൽ എന്താണ്? ശുക്രനിൽ സൂര്യോദയം എവിടെയാണ്? പടിഞ്ഞാറാണ്. അപ്പോൾ സൂര്യോദയം പടിഞ്ഞാറുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്.
ശുക്രനിൽ സൂര്യോദയം എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. നമുക്കൊക്കെ കിഴക്കാണ്. അപ്പോൾ ശുക്രനിൽ എന്താണ്? പടിഞ്ഞാറ് ഭാഗത്താണ് സൂര്യോദയം. നമുക്ക് സൂര്യാസ്തമയമാണെന്ത്? പടിഞ്ഞാറ്. ഇനി ചന്ദ്രൻ്റെ പ്രത്യേകത എന്താണ്? ചന്ദ്രനിൽ നമുക്ക് പകലും നക്ഷത്രങ്ങളെ കാണാം. ചന്ദ്രനിൽ എന്താണ്? നമുക്ക് പകലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഗോളാകൃതി വേണം. ആദ്യത്തേത് എന്താണ്? ഗോളാകൃതി വേണം. അതുപോലെ അവ എന്ത് ചെയ്യണം? സൂര്യനെ വലം വെക്കണം. പിന്നെന്ത് ചെയ്യണം? അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. അത് ഒരു തടസ്സവുമില്ലാതെ മറ്റുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ സ്വതന്ത്രമായ ഒരു ഭ്രമണപഥം വേണം. ഗോളാകൃതി വേണം. സൂര്യനെ വലം വെക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടാണെങ്കിലാണ് നമ്മളെന്ത് ഗോളങ്ങളെ ഗ്രഹങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് IAU ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് ഇത് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങൾക്കുള്ള നിബന്ധന വെച്ചിട്ടുള്ള ഏജൻസി ഏതാണ്? ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് IAU. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ IAU ആണെന്ത്? ഈ ഗ്രഹങ്ങളുടെ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുള്ള ഏജൻസി. അപ്പോൾ ഈ പറഞ്ഞ ഇവർ IAU ഏർപ്പെടുത്തിയ നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങളെയാണ് പാലിക്കാത്തവയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുള്ളൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുള്ളൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ IAU ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്തവയാണ് നമ്മളങ്ങനെ പറയുന്നത്. ഡ്വാർഫ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവരുടെ നിബന്ധനകൾ എന്തൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. ഗ്രഹമാകാനുള്ള അവരുടെ നിബന്ധന, ഗ്രഹമാണെങ്കിൽ എന്താണ്? ഗോളാകൃതി ഉണ്ടാകണം. സൂര്യനെ വലം വെക്കണം. അതുപോലെ എന്താണ്? അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഒരു ഭ്രമണപഥം കൂടി വേണം. തനതായതും തടസ്സങ്ങളില്ലാത്തത് ഭ്രമണപഥം വേണം. സൂര്യനെ വലം വെക്കണം. ഗോളാകൃതി ആകണം. അപ്പോൾ IAU അതുപോലെ ആ നിബന്ധനകളും പഠിച്ചിരിക്കുക. ഈ നിബന്ധനകൾ പാലിക്കാത്തതാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഇനി നമുക്ക് ഈ അടുത്തായിട്ട് കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയെക്കുറിച്ച് നോക്കാം. ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു. നമ്മളൊക്കെ അറിയാം യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോയെ നമ്മളെന്താണ് 2006 വരെ നമ്മൾ പ്ലൂട്ടോയെ ഗ്രഹമായിട്ട് പരിഗണിച്ചിരുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അല്ലെങ്കിൽ IAU 2006 ആഗസ്റ്റിൽ എന്ത് ചെയ്തു? പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി. അപ്പോൾ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കിയ വർഷമാണ് 2006 ഓഗസ്റ്റ് മാസമാണ്. 2006 ഓഗസ്റ്റ് മാസത്തിലാണ് എന്ത് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത്. IAU അഥവാ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണെന്ത് പ്ലൂട്ടോയുടെ ഗ്രഹപദവി ഇല്ലാതാക്കിക്കൊണ്ട് അതിനെന്ത് ചെയ്തു? കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചു. അതിൻ്റെ കാരണം എന്താണ്? നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ച് കടക്കുന്നതും അതുപോലെ സ്വന്തം ഉപഗ്രഹമായ ഷാരോണിനെ ചുറ്റുന്നതും കൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹമായി കണക്കാക്കാൻ കാരണം. അപ്പോൾ IAU പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി കണക്കാക്കാനുള്ള പ്രധാന കാരണം എന്താണ്? അതെന്ത് ചെയ്തിട്ടുണ്ട്? നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ച് കിടക്കുന്നുണ്ട്. നമ്മൾ ആ പറഞ്ഞ മാനദണ്ഡത്തിൽ പറഞ്ഞു സ്വന്തമായ തനതായ തടസ്സങ്ങളില്ലാത്ത ഭ്രമണപഥം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ ഒരു റൂള് ഇവർ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പ്ലൂട്ടോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പ്ലൂട്ടോ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണപഥം മുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ തടസ്സങ്ങൾ വരുന്നുണ്ട്. അടുത്തത് എന്താണ് ചെയ്തത്? ഇതിൻ്റെ ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഉപഗ്രഹമായ നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്ത് പ്ലൂട്ടോക്ക് എന്ത് ചെയ്ത് അതിൻ്റെ ഗ്രഹപദവി നഷ്ടമായത്. നിലവിൽ പ്ലൂട്ടോ എന്താണ്? കുള്ളൻ ഗ്രഹമാണ്. 2006 ഓഗസ്റ്റിലാണ് അതിൻ്റെ ഗ്രഹപദവി നഷ്ടമായത്. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണെന്ത്? വാൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കോമെറ്റ്സ് എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ അപൂർവമായി കാണുന്ന എത്തുന്ന വിരുന്നുകാരാണ് അല്ലെങ്കിൽ വാൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കോമെറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ വാൽ നക്ഷത്രങ്ങൾ എന്ന് പേരിലുണ്ടെങ്കിൽ ഇവ എന്താണ്? നക്ഷത്രങ്ങളല്ല.
വാൽനക്ഷത്രങ്ങൾ എന്ന് പേരുന്നുണ്ടെങ്കിലും നക്ഷത്രങ്ങളല്ല, അശുദ്ധമായ ഹിമപദാർത്ഥങ്ങളാണ് എന്ത് കോമറ്റ്സ് അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. അവ നക്ഷത്രങ്ങളല്ല, തെറ്റിദ്ധരിക്കരുത്. അശുദ്ധമായ ഹിമപദാർത്ഥങ്ങളാണ് എന്ത് വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കോമറ്റ്സ് എന്ന് പറയുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാല് എന്ത് ചെയ്യും? സൂര്യപ്രകാശമേറ്റ് തിളങ്ങും. സൂര്യനോട് അടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ അശുദ്ധ ഹിമപദാർത്ഥങ്ങളുടെ സൂര്യനോട് അടുക്കുമ്പോൾ ഈ അശുദ്ധ ഹിമപദാർത്ഥങ്ങളുടെ വാലെന്ത് ചെയ്യും? സൂര്യപ്രകാശമേറ്റ് തിളങ്ങും. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ എന്താണ്? വളരെ അപൂർവമായി മാത്രമേ സൂര്യനോടടുത്ത് വരാറുള്ളൂ. സൂര്യനെ ചുറ്റുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണെങ്കിൽ ഇവ എന്താണ്? വളരെ അപൂർവമായിട്ടാണ് സൂര്യനോട് അടുത്ത് വരുന്നത്. സൂര്യനോട് അടുക്കും തോറും ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ വാലിൻ്റെ നീളവും ശോഭയും ഏറും. സൂര്യനോട് അടുക്കും തോറും ഇവയുടെ വാലിന് നീളവും ശോഭയും ഏറും. ഏറ്റവും അവസാനമായി 2013 നമ്മൾ വാൽനക്ഷത്രം അവസാനമായി കണ്ടത് ഐസൺ എന്ന വാൽനക്ഷത്രം. 2013 നമ്മൾ ഐസൺ എന്ന വാൽനക്ഷത്രത്തെ കണ്ടത്. ഇതെന്ത് ചെയ്തു? ഇത് നേരെ ഐസൺ സൂര്യനിലേക്കാണ് പാഞ്ഞത്. ഇതിനി എന്തായിരിക്കും? ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ അവസാനമായി കണ്ട വാൽനക്ഷത്രമാണേത്? ഐസൺ ആണ്. 2013 2013 കണ്ട വാൽനക്ഷത്രം ഏതാണ്? ഐസൺ ആണ്. ഇനി വാൽനക്ഷത്രം കണ്ടെത്തിയത് ആരാണ്? ഹാലിയാണ്. ഹാലിയുടെ വാൽനക്ഷത്രത്തിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാലിയാണ് ഈ വാൽനക്ഷത്രം കണ്ടെത്തിയത്. ഈ വാൽനക്ഷത്രം അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് വരുന്നത്. വാൽനക്ഷത്രം എന്ന് പേരുണ്ടെങ്കിലും അത് എന്താണ്? നക്ഷത്രമല്ല, അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ്. അടുത്തത് അന്തരീക്ഷത്തിൽ കാണുന്നതാണ് ഉൽക്കകൾ എന്ന് പറയപ്പെടുന്നത്. മെറ്ററോയിഡ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ. തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ നമ്മൾ എന്ത് ചെയ്യും? അതിവേഗം ആകാശത്ത് കൂടി മിന്നി മറയുന്ന ചില പ്രകാശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഈ പകൽ സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ആകാശത്തിലൂടെ മിന്നി മറഞ്ഞുകൊണ്ട് പോകുന്ന ചില പ്രകാശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. അതായത് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ ഉൽക്കകൾ അല്ലെങ്കിൽ മെറ്ററോയിഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മിന്നി മറിയുന്ന ഒരത് കാണും. സ്പ്ലിറ്റ് സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ. നമുക്ക് വേറൊരാൾക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത അത്രയും മൈന്യൂട്ട് സെക്കൻഡുകളിൽ മിന്നി മറിയുന്ന ചില പ്രതിഭാസങ്ങൾ കാണാം. ഇതാണ് ശരിക്കും ഉൽക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളായാണ് നമ്മൾ ഉൽക്കകൾ എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ ഉൽക്കകൾ അല്ലെങ്കിൽ മെറ്ററോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഉൽക്കകൾ നമ്മൾ പറഞ്ഞപ്പോൾ മിന്നി മറിയുന്നത് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉൽക്കകൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ വായുമായി ഉരഞ്ഞുകൊണ്ട് കത്തും. ഈ ഉൽക്കകൾ സൗരയൂഥത്തിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നമുക്കറിയാം വായു ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വായുമായിട്ട് ഉരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഇവ കത്തും. ഈ കത്തുന്നതാണ് നമ്മളെ ഈ ആകാശത്ത് കാണുന്ന ഈ പ്രകാശങ്ങൾ. മിന്നി മറിയുന്ന സ്പ്ലിറ്റ് സെക്കൻഡ് മാത്രമുള്ള ഈ പ്രകാശങ്ങൾ ഇതാണ്. അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇവ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യും? അന്തരീക്ഷ വായുമായിട്ട് ഉരഞ്ഞുകൊണ്ട് കത്തും. ഈ കത്തലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു വെളിച്ചമായിട്ട് കാണുന്നത്. ഇനി കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് നമ്മൾ പറയുന്നത്? ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഈ പാറക്കഷ്ണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ അന്തരീക്ഷവായുമായി ഉരഞ്ഞ് കത്തും എന്ന് പറഞ്ഞു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് പൂർണ്ണമായും കത്തില്ല. കത്തിത്തീരാത്ത വലിയ പാറക്കഷ്ണങ്ങൾ ഭൂമിയിൽ വന്ന് വീഴാറുണ്ട്. ഈ പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. ഉൽക്കാശിലകൾ അല്ലെങ്കിൽ ഉൽക്കാശിലകൾ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ നെമീബിയയിൽ പതിച്ച ഒരു ഉൽക്കാശിലുണ്ട്. അതുപോലെ റഷ്യയിലെ ചിങ്ക നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലുണ്ട്. രണ്ടിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ നെമീബിയയിലെ ഈ ഉൽക്കാശിലയും അതുപോലെ റഷ്യയിലെ ചിങ്ക നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലയൊക്കെ എന്താണ്? ഇന്ന് ലോകത്തിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്.
ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പ്രധാനമായും ലോകത്തുള്ള ഉള്ള 2 ഉൽക്കാശിലകളാണ് ഒന്ന് റഷ്യയിലെ ചിങ്കെ നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലയും അതുപോലെ ആഫ്രിക്കയിലെ നെമീബിയയിൽ പതിച്ച ഉൽക്കാശിലയും അതിൻ്റെ ഫോട്ടോ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതുപോലെ എന്താണ് റഷ്യയിലെ ചിങ്കെ നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലകൾ. ഈ 2 ഉൽക്കാശിലകളാണ് ലോകത്ത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി നിലകൊള്ളുന്നത്. സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണെന്ത് സൗരയുധം എന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഗ്രഹത്തെക്കുറിച്ച് നോക്കാം. ഭൂമി നമ്മുടെ ജീവഗ്രഹം. സൗരയുധത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി എന്ന് നമ്മൾ നേരത്തെ നിരവധി തവണ പറഞ്ഞതാണ്. ഉപരിതലത്തിൽ ജലത്തിൻ്റെ വിസ്തൃതമായ ശേഖരമുള്ളത് എവിടെയാണ്? ഭൂമിയിൽ മാത്രമാണ്. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് നമ്മൾ ഭൂമിയെ കാണപ്പെടുന്നത്. അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം ഭൂമിയാണ്. വായുവും വെള്ളവും മണ്ണും ജീവജാലങ്ങളും കൊണ്ട് സമ്പന്നമായ പ്രകൃതിയുടെ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് എന്താണ്? നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അവിടെ നമ്മളോട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണെന്ത് ഭൂമിയെ കാണുന്നത്. അതെന്താണ്? ഭൂമിയിലെ ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. അടുത്ത ടോപ്പിക്ക് നക്ഷത്രങ്ങളുടെ ലോകം എന്നുള്ള അവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. നമ്മൾ ആദ്യം ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്ത് ചെയ്യും? മറ്റു നക്ഷത്രങ്ങൾ ഒന്നൊന്നായിട്ട് തെളിഞ്ഞ് കാണാൻ തുടങ്ങും. ഇരുട്ടും തോറും എണ്ണിയാലൊടുങ്ങാത്തത്ര നക്ഷത്രങ്ങളെ കാണാം. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണെന്ത് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണെന്ത് ഗാലക്സി എന്ന് പറയുന്നത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണെന്ത് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണെന്ത് ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്ക് വേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുടുംബമായ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ഏത്? ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്ക് വേ എന്ന് പറയുന്നത്. ആകാശഗംഗ എന്നും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ക്ഷീരയുധം, ആകാശഗംഗ, മിൽക്ക് വേ എന്നൊക്കെ പറയപ്പെടുന്നത് നമ്മളെ സൗരയുധം ഉൾപ്പെടുന്ന, നമ്മുടെ കുടുംബം, ഭൂമിയുടെ കുടുംബമായ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണെന്ത് ക്ഷീരപഥം, ആകാശഗംഗ, മിൽക്ക് വേ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഗാലക്സി എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണെന്ത് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്ഷീരപഥത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണെന്ത് ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാലക്സിയിൽ അല്ലെങ്കിൽ ക്ഷീരപഥത്തിൽ തന്നെ എന്താണ് കോടിക്കണക്കിന് അല്ലെങ്കിൽ ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിലുണ്ട്. ഗാലക്സി അല്ലെങ്കിൽ ക്ഷീരപഥത്തിൽ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയിൽ ഏകദേശം 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ട്. പ്രപഞ്ചം എന്താണ്? കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോഴുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണെന്ത് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ വലിപ്പം എത്രയാണെന്ന്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് പ്രപഞ്ചം തീരെ ഒരു ചെറിയ ബിന്ദുവായിരുന്നു. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണെന്ത് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചത് എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചത് എന്നും കരുതപ്പെടുന്നു. പ്രപഞ്ചം അപ്പോൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചത് എന്താണ്? വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ്, അങ്ങനെ കരുതപ്പെടുന്നു. ഓക്കെ,
അപ്പോൾ ആകാശഗോളങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഉള്ള എന്താ ഇനി നമുക്ക് കുട്ടികളോട് ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് എന്ത് ചെയ്ത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ പഠന പ്രവർത്തനങ്ങളും പഠന നേട്ടങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. പഠന നേട്ടങ്ങളിൽ എന്താണ്, സൗരയൂഥത്തെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മൾ സൗരയൂഥത്തെക്കുറിച്ച് പറഞ്ഞു. ഭൂമിയുടെ കുടുംബമാണെന്ത് സൗരയൂഥം എന്ന് പറഞ്ഞു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രപഞ്ചം, അതിൻ്റെ ഭാഗമായ ക്ഷീരപഥം, അതുപോലെ അതിലൊരംഗമായ സൗരയൂഥം, സൗരയൂഥത്തിലെ അംഗമായ ഭൂമി എന്നിവയൊക്കെ എന്താണ് നമ്മൾ പഠിച്ചു. ഇനി പഠന പ്രവർത്തനത്തിൽ വരുന്നൊരു ചോദ്യമാണ്, സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ബുധനും ഭൂമിക്കുമിടയിൽ, ഓപ്ഷൻ ബി ഭൂമിക്കും ചൊവ്വക്കുമിടയിൽ, ഓപ്ഷൻ സി ചൊവ്വക്കും വ്യാഴത്തിനുമിടയിൽ, ഓപ്ഷൻ ഡി ബുധനും ശുക്രനും ഇടയിൽ. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലാണ്. ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലാണെന്ത് ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം. ചൊവ്വക്കും വ്യാഴക്കും ഇടയിൽ സൂര്യനെ വലം വെക്കുന്ന ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളാണെന്ത് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സ്ഥാനം ഓപ്ഷൻ സി ആണ്, ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലാണെന്ത് ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം. ഇത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതിൽ SCRTയിലെ പഠന പ്രവർത്തനങ്ങളിൽ വന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ കോപ്പി പേസ്റ്റിന് സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ നമുക്ക് ചിത്രം സഹിതം ഞാൻ കാണിച്ചു തരാം. ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലാണ് ക്ഷുദ്രഗ്രഹം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ചിത്രം നോക്കാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് സൗരയൂഥത്തിൻ്റെ ചിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കൂ, ഈ ചൊവ്വയ്ക്കും അതുപോലെ വ്യാഴത്തിനും ഇടയിലാണെന്ത് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വ ഇവിടെ നമ്മൾ കാണാം, ചൊവ്വ ഇവിടെ വ്യാഴം. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വെക്കുന്ന ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളാണെന്ത് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിൻ്റ് കിട്ടിയല്ലോ, ഒന്ന് തറുവായല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എപ്പോഴും എന്താണ് ഈ ഒരു ചിത്രം വെച്ചിട്ട് സൗരയൂഥത്തിൻ്റെ ഈ ഒരു ചിത്രം വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ നിൽക്കും. നമ്മൾ ഈ ചിത്രം വരച്ച് അല്ലെങ്കിൽ ചിത്രം നോക്കി പഠിക്കുമ്പോൾ അത് നമ്മളെ മൈൻഡിൽ കയറിയാൽ നമുക്ക് പിന്നെ അതൊരിക്കലും മറക്കില്ല. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്തത് ബുധനാണെന്നും ഏറ്റവും അകലെയുള്ളത് നെപ്റ്റ്യൂൺ ആണെന്നൊക്കെ നമുക്ക് ഈ ഒരു ചിത്രം മൈൻഡിൽ കയറിയാൽ സിമ്പിളായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനവും കിട്ടും. അപ്പോൾ നമുക്കറിയാം ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെങ്ങാണ്ട് ആവശ്യമില്ലാത്ത ഓപ്ഷൻ കട്ട് ചെയ്ത് ഇത് സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ ചിത്രം നോക്കി നിങ്ങൾ പഠിക്കുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടി ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.